ഇന്ന് രാവിലെ ഒരു ടെലിവിഷൻ ചാനലിൽ നിന്നുള്ള ടെലിഫോൺ വിളി കേട്ടാണ് ഉണർന്നത്. അവർക്കൊരു പ്രതികരണം വേണം. അതായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്വന്തം നിലയ്ക്ക് വളരെ രഹസ്യമായിട്ട് ഒരു സർവേ സംഘടിപ്പിച്ചു. അതിൽ 63 സീറ്റുകളിൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാം എന്ന് വ്യക്തമായി. അപ്പൊ ഇങ്ങനെ ഒരു സർവേ സംഘടിപ്പിക്കുന്നതിന് വി.ഡി. സതീശന് എന്താണ് അധികാരം അല്ലെങ്കിൽ അവകാശം? കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച ചർച്ചയും വിവാദവും ഉണ്ടായി. ഇതാണ് വാർത്ത. ഇതേക്കുറിച്ചൊരു പ്രതികരണമാണ് ചോദിച്ചത്. പക്ഷേ ടെലിഫോണിന്, മൊബൈൽ ഫോണിലാണ് വിളിച്ചത്. എന്തോ ഒരു തകരാറുണ്ടായിരുന്നത് കൊണ്ട്, റേഞ്ചിന്റെ പ്രശ്നം മറ്റുമാണ്, ആ ചാനലിൽ അഭിപ്രായം പറയാൻ സാധിച്ചില്ല. എന്നാൽ പിന്നെ അതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് മാത്രമുള്ള, KPCCക്ക് മാത്രമുള്ള ഒരു പ്രത്യേക പദവി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പണ്ട് ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ വേറൊരു സംസ്ഥാനത്തും ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഇല്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഭരണഘടനയിലും അതിനൊരു വ്യവസ്ഥയില്ല. KPCCയുടെ എക്സിക്യൂട്ടീവ് വലിപ്പം കൂടി ഒരു ജംബോ കമ്മിറ്റിയായി, അതിനും അപ്പുറത്തെ കമ്മിറ്റിയായി കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റി ചേരുന്നതിന് പുത്തരിക്കണ്ടം മൈതാനം പോലും മതിയാവില്ല എന്ന സ്ഥിതി വന്നപ്പോൾ കൂടുതൽ ഫലപ്രദമായ ചർച്ചകൾ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സമിതി രൂപവൽക്കരിച്ചത്. ആദ്യം അത് 10-11 പേരായിരുന്നു. പിന്നീട് അത് വളർന്നു, വികസിച്ചു. പാർട്ടി വളരുന്നതനുസരിച്ച് കമ്മിറ്റിയും വലുതാകണമല്ലോ. അങ്ങനെ 15 20 25 ഇപ്പോൾ 30-35 അംഗങ്ങളുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചേർന്നിരുന്നു, കാര്യമായ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷെ അത്തരം ഒരു കമ്മിറ്റി ഉള്ളതും അത് ഇടയ്ക്കിടയ്ക്ക് ചേരുന്നതും അതിൽ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്നതും അതൊക്കെ നടപ്പാക്കേണ്ടി വരുന്നതും അത്ര സൗകര്യമുള്ള കാര്യമല്ല എന്ന് ബോധ്യമായപ്പോൾ പിന്നീട് KPCCയുടെ തലപ്പത്ത് വന്ന പലരായിട്ട് അതിന്റെ നടുവങ്ങൊടിച്ചു. ഇപ്പൊ അതങ്ങനെ ചേരാറില്ല. കഴിഞ്ഞ ദിവസം ഈ കമ്മിറ്റി ചേർന്നത് 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. പാർട്ടിയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യോഗം ചേർന്നതെങ്കിലും അതൊന്നും നടന്നില്ല. ഐക്യം കുളമായതേ ഉള്ളൂ. പക്ഷേ ഇതിന് വന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും മുഖപരിചയം പുതുക്കാൻ സാധിച്ചു എന്നതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ യോഗം കൊണ്ട് ഉണ്ടായ ഒരു പ്രയോജനം. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ഈ യോഗത്തിലാണ് ഈ വിവാദ വിഷയം പൊന്തി വന്നത്. അവിടെ ചർച്ച നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് 21 സീറ്റുകൾ ഉണ്ട്, ബാക്കി ഒരു 42 സീറ്റുകളിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ ഒരു 63 സീറ്റുകൾ അങ്ങനെ മൊത്തം. ഇവിടെ ഒന്ന് കാര്യമായ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റും. ഇത് സതീശന്റെ ഒരു പഠനത്തിന്റെ ഫലമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. പക്ഷെ ഇതൊരു സർവേ നടത്തി സതീശൻ സ്വകാര്യമായിട്ട്, രഹസ്യമായിട്ട് സർവേ നടത്തി എന്ന രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. സതീശൻ സംസാരിക്കുമ്പോൾ AP അനിൽകുമാർ, മുൻ മന്ത്രി, അദ്ദേഹമാണ് ഈ വിഷയം ഉന്നയിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് ഈ സർവേ നടത്തിയത്? നിങ്ങളെ ആര് അധികാരപ്പെടുത്തി? KPCCയോ AICCയോ അറിയാതെ എങ്ങനെ ഇത്തരത്തിലൊരു സർവേ നടത്താൻ പറ്റും? ചോദിച്ചത് അനിൽകുമാറാണ്. അതല്പം അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹം പണ്ട് ഗ്രൂപ്പിന്റെ ഭാഗമൊക്കെ ആയിരുന്നു, I ഗ്രൂപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആരുടെ കൂടെയാണെന്ന് അറിയില്ല. കാരണം കോൺഗ്രസിൽ ഇപ്പം 100,000 ഗ്രൂപ്പുകളാണ്. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടന്മാരാണ്. അതുകൊണ്ട് ആര് എവിടെ നിൽക്കുന്നുവെന്ന് നമുക്കറിയില്ല. പണ്ടൊക്കെ ഓരോരുത്തരെയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇപ്പൊ സ്ഥിതി അതല്ല. ഗ്രൂപ്പല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ്, ഒരു ശാന്ത സ്വഭാവമുള്ള ആളാണ്. ആവശ്യമില്ലാതെ വഴക്കിനും വക്കാണത്തിനും പോകുന്ന ആളല്ല. പക്ഷെ എന്തോ അദ്ദേഹമാണ് ഇത് ഉന്നയിച്ചത്. ഇതൊരു സ്വകാര്യ സർവേ, അതും വി.ഡി. സതീശന് അടുത്ത മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഒരു സർവേ. ഇതായിരുന്നു അവിടെ വന്ന തർക്ക വിഷയം. അതേ തുടർന്ന് ഐക്യ ചർച്ചയൊക്കെ പോയി. പിന്നീട് സതീശന്റെ ഈ പ്രൊപ്പോസലിനെ കുറിച്ചുള്ള ചർച്ചയും കാര്യമായിട്ട് നടന്നില്ല. ഇവിടെ നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം, 144 മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ സതീശൻ പറയുന്ന 63 മണ്ഡലങ്ങളിൽ ഇതുപോലെ വിപുലമായ ഒരു സർവേ നടത്തുന്നതിനുള്ള ശേഷി വി.ഡി. സതീശൻ ഒറ്റയ്ക്കുണ്ടോ? ലക്ഷങ്ങള് ചെലവ് വരുന്ന ഏർപ്പാടാ, അല്ലാതെ 10, 20, 30 രൂപ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഇനി സതീശൻ എവിടെ നിന്നെങ്കിലും പണം ഉണ്ടാക്കി ഇങ്ങനെ ഒരു സർവേ നടത്താൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരും അറിയാതെ ഇതുവരെ, അതായത് സതീശൻ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഇക്കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോഴല്ലാതെ
ഇതേവരെ മറ്റാരും അറിയാതെ ഇങ്ങനെ വളരെ രഹസ്യമായിട്ട് ഒരു സർവേ നടത്താൻ കേരളം പോലൊരു സംസ്ഥാനത്ത് സാധിക്കുമോ? ഒരു ന്യായമായ ചോദ്യമാണ് ഇത്. സർവേ ആവട്ടെ അല്ലെങ്കിൽ ഒരു പഠനമാവട്ടെ, 144 സീറ്റിൽ 63 തെരഞ്ഞെടുത്ത് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നൊരു അഭിപ്രായം പറയുന്നതിന് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അല്പം ബുദ്ധിയും വിവരം ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ അല്പം ഒരു സാവകാശം വേണം, അല്പം അധ്വാനിക്കാൻ തയ്യാറാകണം. അങ്ങനെ ചെയ്യുമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഒരു പഠനം നടത്തുന്നതിന് ആവശ്യമായ ഡേറ്റാസ്, വിവരങ്ങളെല്ലാം ഉണ്ട്. കഴിഞ്ഞ 2 തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അല്ലാതെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഇതിന്റെ എല്ലാം ഡേറ്റാസ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. പിന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് മാറി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ട്രെൻഡ്സ് അല്ലെങ്കിൽ പ്രവണതകൾ, സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് സാധ്യത തുറന്നു തരുന്ന ചില സംഭവ വികാസങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ്. ഇപ്പൊ കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ 100-105 അസംബ്ലി മണ്ഡലങ്ങളിൽ UDF ഭൂരിപക്ഷമാണ്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇതുപോലൊരു ഫലം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുടർച്ചയായ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ഈ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, 100-105 മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ UDF വോട്ട് ചെയ്യാൻ മടിയില്ലാത്തവരാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ UDF വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവരാണ് എന്നുള്ളതാണ്. പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അതവിടെ ഉണ്ട്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് കണക്ക് കൂട്ടിയാൽ, ഒന്ന് ആലോചിച്ചാൽ, അല്പം സമയമെടുത്തൊരു പഠനം നടത്തിയാൽ നമുക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഒരു ഇത്ര സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളത്. ഇതൊരു സർവേ ഫലമായിട്ട് അവിടെ സതീശൻ അവതരിപ്പിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഉള്ളിൽ നടന്നത് മുഴുവൻ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം, ഒരു പ്രപ്പോസൽ ആയിരിക്കണം. അതിന് അദ്ദേഹം സർവ്വതാ യോഗ്യനാണ്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ഒരു ഷാഡോ മുഖ്യമന്ത്രി എന്ന് ജനാധിപത്യത്തിൽ വേണമെങ്കിൽ പറയാം. കോൺഗ്രസിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം നോക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം പ്രതിപക്ഷ നേതാക്കന്മാരാണ് പിന്നീട് UDF ഭൂരിപക്ഷം കിട്ടിയപ്പോഴൊക്കെ മുഖ്യമന്ത്രിമാരായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ആവണമെന്നില്ല, മറ്റുള്ളവർക്കും വരാവുന്നതേ ഉള്ളൂ, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്ക് എങ്ങനെ പാർട്ടിയെ അല്ലെങ്കിൽ UDF സജ്ജമാക്കണം. UDF ചെയർമാൻ കൂടെയാണ്, അദ്ദേഹത്തിന്റെ ഒരു ജോലിയാണ്. അദ്ദേഹത്തിന്റെ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നതിനപ്പുറത്ത് അദ്ദേഹം KPCCയും AICCയും ഒന്നും അറിയാതെ, അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റ് നേതാക്കളൊന്നും അവരുടെ ഒന്നും അറിവ് കൂടാതെ അദ്ദേഹം എന്തോ ഒരു വലിയ അപരാധം ചെയ്തിരിക്കുന്നു, ഒരു സർവേ നടത്തിയിരിക്കുന്നു, കോൺഗ്രസിന് ജയിക്കാനുള്ള മാർഗങ്ങളെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നു എന്ന മട്ടിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് രാഷ്ട്രീയമായിട്ട് ശരിയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഏറ്റവും അവസാന നിമിഷം സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ച് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നതൊന്നും ഇനി പ്രായോഗികമല്ല. അതുകൊണ്ടൊന്നും ജയിക്കാൻ പറ്റത്തില്ല. വളരെ മുൻകൂട്ടി അതിനോടൊരു നിലമൊരുക്കൽ നടത്തിയേ പറ്റൂ, അതിനുള്ള സന്നാഹങ്ങൾ തയ്യാറാക്കിയേ പറ്റൂ. ഓരോ മണ്ഡലങ്ങളിലും എടുത്ത് പഠിക്കണം, അവിടെ ആര് മത്സരിച്ചാലാണ് ജയിക്കുക. ചിലപ്പോൾ ചില സീറ്റുകൾ പാർട്ടികൾ തമ്മിൽ വെച്ചുമാറേണ്ടി വരും. ഇതൊക്കെ ആലോചിക്കണം. അവിടുത്തെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് നമുക്കറിയാമല്ലോ. നമ്മുടെ ഇവിടുത്തെ സാമുദായിക സമവാക്യങ്ങളൊക്കെ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് ചിലപ്പോൾ മണ്ഡലം തോറും പ്രത്യേക സ്ട്രാറ്റജി തയ്യാറാക്കേണ്ടി വരും. ഇതിനൊക്കെ ഒരു മുൻകൂട്ടിയുള്ള ഒരു ഒരുക്കം വേണം, ചില കണക്കുകൂട്ടലുകൾ വേണം. അതാണ് 63 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നൊരു സജഷൻ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടെ ഉണ്ടാകാവുന്ന ഒരു സംശയം, ഈ 63 മണ്ഡലങ്ങൾ മാത്രമാണ് വിജയസാധ്യതയുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങൾ അവിടുത്തെ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാവില്ലേ? അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടില്ലേ? പക്ഷെ ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. നേരത്തെയും കോൺഗ്രസ് ഇങ്ങനെ മണ്ഡലങ്ങളെ സാധ്യതയുള്ളത്, സാധ്യത കുറഞ്ഞത്, തീരെ സാധ്യതയില്ലാത്തത് എന്ന മട്ടിൽ വിഭജിച്ച് അതനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തുകയും പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 1970 തെരഞ്ഞെടുപ്പിൽ ABC എന്ന് കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളെ വേർതിരിച്ചിരുന്നു എന്ന്, അല്ലെങ്കിൽ തട്ടുതട്ടാക്കി കണ്ടിരുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യം മത്സരിച്ചത് 70 പുതുപ്പള്ളിയില്. അന്ന് പുതുപ്പള്ളി ഒരു C ക്ലാസ് സീറ്റാണ്. അന്ന് KM ചാണ്ടി കോൺഗ്രസിന്റെ നേതാവ് ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മൻചാണ്ടി,
ഞങ്ങൾ നിങ്ങളെ അവിടെ മത്സരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ജയിക്കാൻ സാധ്യത കുറവാണ്. നിങ്ങൾ 2ാം സ്ഥാനത്തെത്തിയാൽ കോൺഗ്രസ് അവിടെ ജയിച്ചു എന്ന് ഞങ്ങൾ കരുതിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിക്ക് ആ സീറ്റ് കൊടുക്കുന്നത്. അദ്ദേഹം അവിടെ ജയിച്ചു. അദ്ദേഹം ദീർഘകാലം ആ മണ്ഡലത്തിന്റെ പ്രതിയായിട്ട് തുടർന്നു. അതൊക്കെ വേറെ കാര്യങ്ങളാണ്. അപ്പൊ പണ്ടും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ കോൺഗ്രസ് ഒരു കനകോലു എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം 144 സീറ്റുകളെ 4ആയി തിരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ABCD എന്ന് UDFന് സാധ്യതയുള്ള സീറ്റുകളെ, അല്ലെങ്കിൽ സാധ്യത കുറഞ്ഞ സീറ്റുകളെ, സാധ്യത തീരെയില്ലാത്ത സീറ്റുകളെ അങ്ങനെ വിഭജിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കനകോലുവിന്റെ ടീം കുറെ കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. അവർ നടത്തിയ പഠനങ്ങളുടെയൊക്കെ ഫലം, ഡേറ്റാസ്, അതൊക്കെ പ്രതിപക്ഷ നേതാവിന് ആക്സസിബിൾ ആണ്. അതൊക്കെ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇതുപോലെയുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സതീശൻ തനിക്ക് മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സർവേ നടത്തിയത് എന്നാണ് പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുന്നത്. അതിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അടുത്ത തവണ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ആദ്യം പരിഗണിക്കുന്ന പേരുകളിലൊന്നും അതായിരിക്കും, സംശയമില്ല. അപ്പോൾ അദ്ദേഹം UDFന് ഭൂരിപക്ഷം നേടുക എന്നതിനൊപ്പം തനിക്ക് മുഖ്യമന്ത്രിയാകുന്നതിനുള്ള സാധ്യതകളും അന്വേഷിച്ചിട്ടുണ്ടാവും. അതിനെന്താണ് ഇത്ര തെറ്റ്? മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നത് വലിയ തെറ്റാണോ കോൺഗ്രസ്സിൽ? അങ്ങനെയാണെങ്കിൽ പല തെറ്റുകാരും ഉണ്ടല്ലോ ഇപ്പോഴത്തെ കോൺഗ്രസ്സിൽ. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് സർവേ നടത്തണമെങ്കിൽ അത് ചെയ്യണം, സാധ്യതാ പഠനങ്ങൾ വേണമെങ്കിൽ അത് ചെയ്യണം. അദ്ദേഹം ഒരുപക്ഷെ ഈ പ്രോസസ്സിൽ പുറത്തെ ഏജൻസികളുടെ സേവനം ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടാവും. അതൊക്കെ ചെയ്തത് കോൺഗ്രസിന് വേണ്ടിയാണ്, UDFന് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചാൽ, അങ്ങനെ വിശ്വസിച്ചാൽ ഇതൊന്നും ഒരു വലിയ പ്രശ്നമാകില്ല. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ശില്പശാലയോ ക്യാമ്പോ ഒക്കെ നടന്നല്ലോ. അന്ന് 2025 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു മാർഗനിർദ്ദേശ പദ്ധതി തയ്യാറാക്കിയത് സതീശനാണല്ലോ. മിഷൻ 2025. അന്ന് ആരും എതിർത്തില്ലല്ലോ. അതിപ്പോ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു മാർഗനിർദ്ദേശങ്ങൾ വരുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം മൃത്യുജയ ഹോമമൊന്നും നടത്തുകയായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ശത്രു സംഹാര പൂജകളൊന്നും അല്ലല്ലോ നടത്തിയത്. പാർട്ടിക്ക് അല്ലെങ്കിൽ UDFന് ജയിക്കാൻ പറ്റുന്ന ഒരു വഴി അദ്ദേഹം അന്വേഷിച്ചു. അത് വേറെങ്ങും പറഞ്ഞില്ല. പാർട്ടിയുടെ KPCCയുടെ ഇവിടുത്തെ ഒരു പരമോന്നത സമിതി എന്ന് പറയാവുന്ന പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. അതിനെന്താണ് തെറ്റ്? സാറേ, തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി ഒക്കെ മാറിപ്പോയി. പഴയ സമ്പ്രദായങ്ങൾ കൊണ്ടൊന്നും ജയിക്കാൻ പറ്റിയില്ല. പ്രസംഗവും പ്രസ്താവനയും നോട്ടീസും വാൾപോസ്റ്റും ചുവരെഴുത്തും അത് മാത്രം പോരാ, നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചേ പറ്റൂ. നമ്മുടെ പല MLA-മാര്, MP-മാര്, അതുപോലെ മന്ത്രിമാര് നേരിട്ടറിയാവുന്നതുകൊണ്ട് പറയുക, അവരുടേതായ PR ഏജൻസീസ് അവരുപയോഗിക്കുന്നുണ്ട്. അവരുടെ സേവനം, അവർക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവര് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാതെ വെറുതെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എടുത്ത് കുഴപ്പിക്കുന്നത് പാർട്ടിക്ക് നല്ലതല്ല. പാർട്ടി ഐക്യത്തോട് പോകുന്നതിനും അതൊട്ടും നന്നാണ് എന്ന് തോന്നുന്നില്ല. നമുക്കറിയാം നരേന്ദ്രമോദി എങ്ങനെയാണ് ആദ്യം പ്രധാനമന്ത്രിയായത്? ലോകം കണ്ട ഏറ്റവും മികച്ച PR വർക്കിലൂടെ. BJP അല്ല അദ്ദേഹത്തിന്റെ പിന്നിലെന്ന് പ്രവർത്തിച്ചത്. ചില ANCകള്, സംഘടനകള്, ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, അവരൊക്കെ നടത്തിയ പ്രത്യേക കാമ്പയിൻ. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നു. ആരെങ്കിലും കരുതിയതാണോ? വലിയ കോർപ്പറേറ്റുകളുടെ സഹായത്തോടുകൂടി, ഇലോൺ മസ്ക് പോലുള്ളവരുടെ പിന്തുണയോടുകൂടി അദ്ദേഹം നടത്തിയ രാഷ്ട്രീയതരമായ കാമ്പയിൻ കൊണ്ടുകൂടിയാണ്. അല്ലാതെ റിപ്പബ്ലിക്കൻ പാർട്ടി നടത്തിയ പ്രചാരണം കൊണ്ട് മാത്രമല്ല. അങ്ങനെ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് പഴയത് കൊണ്ടൊന്നും ആവില്ല. സർവേകൾ വേണ്ടി വരും പലതരത്തിൽ. അത് KPCC നടത്താം, AFCC നടത്താം, സ്വന്തം നിലയിൽ നടത്താം. നേരത്തെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ സതീശൻ ഒരു സജഷൻ, ഒരു അഭിപ്രായം, പ്രപ്പോസൽ മുന്നോട്ട് വെച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം ഇതാണോ? സർവേ ആണോ? ഇന്ന് കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്ക് ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സൗഹൃദമില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു ഐക്യം ഇന്ന് പാർട്ടിയുടെ മേൽത്തട്ടിലില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കണം, പാർട്ടിയുടെ അടിത്തട്ട് ദ്രവിച്ചിരിക്കുകയാണ്. വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മിഷൻ 2025 പറയുന്നത് പോലെ സംഘടനയെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ
നേതൃത്വത്തിൽ ഐക്യം ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ, എനിക്ക് ഇത്തവണ മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എല്ലാം തുലച്ചു കളയും എന്ന മനോഭാവമാണ് ചിലർക്കുള്ളതെങ്കിൽ കൂടുതലൊന്നും പറയണ്ട. 3ാം തവണയും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ കേരളം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് സർവേ ഒക്കെ അങ്ങനെ നടക്കട്ടെ, നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. കരകോരു ഒരു വിപുലമായ സർവേ നടത്തുന്നു എന്ന് പറയുന്നു, അതൊക്കെ വരട്ടെ. അല്ലാതെ ഈ സർവേകളുടെ പേരിൽ കലഹിക്കാതെ, സമയമുണ്ടെങ്കിൽ 1.5 കൊല്ലമുണ്ട്, പറ്റുമെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഐക്യം ഉണ്ടാക്കാൻ നോക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ സർവേകളുടെ പേരിൽ കിടന്ന് കടിപിടി കൂട്ടുകയല്ല വേണ്ടത്.